ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനഘോഷണം ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ക്നാനായ യാക്കോബായ സുറിയാനി സഭയുടെ കല്ലിശ്ശേരി മേഖലാധിപൻ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തയാണ്. സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആളുകളോടും സ്നേഹപൂർവ്വം ഇടപെടുന്ന, സഭയിലെ ഓരോ അംഗത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ തൊട്ടറിയുന്ന സ്നേഹനിധിയായ മെത്രാപ്പൊലിത്തായെ ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്ന് വിവരിക്കാമോ? പൗരോഹിത്യ ശുശ്രൂഷ ദൈവവിളിയാണ് എന്നുള്ള ആ പരമമായ സത്യം വളരെ ബാല്യത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി. അതിന് പ്രധാനമായും പങ്കുവഹിച്ചത് എൻ്റെ മാതാവാണ്. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ അതിനാവശ്യമായ എല്ലാ പ്രചോദനങ്ങളും എനിക്ക് തന്നുകൊണ്ടിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ BA പഠിക്കുന്ന കാലം മുതൽ തന്നെ സൺഡേ സ്കൂൾ, ക്നാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ, ക്നാനായ യങ് മെൻസ് അസോസിയേഷൻ, ഇതിനകത്തൊക്കെ സജീവമായി പങ്കെടുക്കുമ്പോൾ സഭയെക്കുറിച്ചൊരു നല്ല കാഴ്ചപ്പാട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സഭയുടെ ദൗത്യങ്ങൾ എന്തെന്നും സഭയ്ക്കുള്ളതായ മിഷൻ ആൻഡ് വിഷൻ അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടും പൗരോഹിത്യത്തിലേക്കൊരു അഭിനിവേശം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഇടവകയിൽ ശുശ്രൂഷിച്ചതും എന്നെ വളരെയേറെ സ്നേഹിക്കുന്നതുമായ മറ്റ് പല പുരോഹിത ശ്രേഷ്ഠരും ഈ ജീവിതത്തിലേക്ക് വരുവാൻ, പൗരോഹിത്യം ഒരു ജീവിതമാണ്, അതിലേക്ക് വരുവാനായി എന്നെ പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായി സെമിനാരിയിൽ സ്റ്റുഡൻ്റായിട്ട് ചേർന്നതും വൈദിക വൃത്തിയിലേക്ക് വന്നതും. വൈദിക വൃത്തിയിൽ വരുമ്പോൾ മെത്രാപ്പൊലീത്ത ആകുന്നതിനല്ല വൈദിക വൃത്തിയിലേക്ക് വന്നത്, ദൈവത്തെയും ജനങ്ങളെയും ഒരുപോലെ ശുശ്രൂഷിച്ച് ദൈവത്തെ വാങ്ങി ജനത്തിന് കൊടുക്കുക, ആ വലിയ ദൗത്യമേറ്റുവാങ്ങുന്ന ആ പ്രേരണ ലഭിച്ചത് എൻ്റെ കുടുംബ പശ്ചാത്തലവും എൻ്റെ സാമൂഹ്യ പശ്ചാത്തലവുമാണ്. ബിഷപ്പിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ സെമിനാരി ജീവിതത്തിൽ മറക്കാനാവാത്ത രണ്ട് സംഭവങ്ങൾ, അനുഭവങ്ങൾ ഒന്ന് പറയാമോ? 75 മുതലാണ് ഞാൻ സെമിനാരി വിദ്യാഭ്യാസം തുടങ്ങിയത്. ഇപ്പം അതിൻ്റെ വർഷങ്ങൾ ഏകദേശം എന്തുമാത്രമായെന്ന് നമുക്കറിയാം. പലതും ഓർമ്മയിൽ വരുന്നില്ല എങ്കിലും 76 ഞാൻ മലയക്കുരിശ് ദേറായിൽ പഠിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അപ്രതീക്ഷിതമായ ഒരു അനുഭവം ഉണ്ടായത്. ഞാൻ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ 10-60 ശിമ്മാശന്മാരും വൈദിക വിദ്യാർത്ഥികളുമുണ്ട്. ഭക്ഷണത്തിലിരുന്നപ്പോൾ അന്ന് കഞ്ഞിയാണ്, കഞ്ഞി കൊണ്ടുവച്ചു. കറി വരട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ കറിക്ക് നോക്കിയിരുന്നപ്പോൾ ഏകദേശം ഒരു ട്രിപ്പ് കഴിഞ്ഞു. ചോദിച്ചപ്പോഴാണ് പറയുന്നത് വൈകിട്ട് കറിയില്ല, കറി എന്ന് പറയുന്നത് ഉപ്പാണ്. പിന്നെ പിറ്റേ ദിവസം മുതൽ ഞാൻ പിന്നെ മുളകും ഉള്ളിയൊക്കെ വാങ്ങിച്ച് എൻ്റേതായ ചില പാചകങ്ങൾ തന്നെ ചെയ്ത് അങ്ങനെ അതൊരു അവിസ്മരണീയമായ, കാരണം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ അത് ആ അനുഭവത്തിലൂടെ കടന്നു വരണം ഒരു വൈദിക വിദ്യാർത്ഥി. തൻ്റെ പൗരോഹിത്യത്തിൽ ഇതുപോലുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സധൈര്യം നേരിടുന്നതിനും നമ്മുടെ ഊർജം ചോർന്നു പോകാതെ ഈ അനുഭവങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി സഹിക്കണമെന്നുള്ളതായ പഠനത്തിൻ്റെ ഭാഗമായിരുന്നു. ഫണ്ണിയായിട്ടുള്ള ഏറ്റവും തമാശയായി എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്, ഞാൻ മലയക്കുരിശിൽ തന്നെ താമസിക്കുമ്പോൾ വെളുപ്പിനെ 5 മണിക്കാണ് പ്രാർത്ഥന, 4:15 മണിക്ക് എഴുന്നേൽക്കണം. അപ്പോൾ ഉറക്കം അന്ന് നല്ല തികഞ്ഞ യൗവനത്തിലായതുകൊണ്ട് ഉറക്കം ഏറെ ആഗ്രഹിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഉറക്കം തൂങ്ങുന്ന ലക്ഷണമായതുകൊണ്ട് ഞാൻ പള്ളിയുടെ വരാന്തയിൽ പോയി, അവിടെ 2 വൈദികരുടെ കല്ലറകളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഏകദേശമൊക്കെ തീരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരാമെന്ന് വെച്ചാൽ അവിടെ ചുമ്മാ ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരും കൂടെ വന്ന് അവിടെ ധൂപപ്രാർത്ഥന നടത്തുന്നു. ധൂപപ്രാർത്ഥന നടക്കുമ്പോഴാണ് അവരെ ഞാനിങ്ങനെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുന്നതായി കാണുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കെ തന്നെ എനിക്ക് ധൂപപ്രാർത്ഥന നടത്തിയ ഒരു അനുഭവം ഉണ്ടായി. ഇത് മരിച്ചു കഴിഞ്ഞാൽ സാധാരണ സഭയിൽ ചെയ്യുന്നത്. എനിക്ക് ഞാൻ ജീവനോട് ഉറക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇതൊരു ഒരു 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 ഫണ്ണി എക്സ്പീരിയൻസ് ആണ് സെമിനാരിൽ. അതൊക്കെ പറഞ്ഞ് ഒത്തിരി ചിരിക്കുമായിരുന്നു അന്ന്. പിന്നെ പൗരോഹിത്യത്തിൻ്റെതായ പല പല
തമാശകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ക്നാനായ കുടിയേറ്റത്തെക്കുറിച്ചൊന്ന് വിവരിക്കാവോ? ക്നാനായ കുടിയേറ്റം അടിസ്ഥാനപരമായി ദൈവീക പദ്ധതിയായിരുന്നു. കാരണം മാർത്തോമാ ശ്ലീഹ 52 ഇന്ത്യയിൽ വന്നു, ഇവിടെ ക്രൈസ്തവ സഭ സ്ഥാപിച്ചു. അതിനുശേഷം അദ്ദേഹം ഇവിടെ വെച്ച് വധിക്കപ്പെട്ടു. പിന്നീടുള്ള ഒരു കാലം ക്രൈസ്തവ സഭയ്ക്ക് അത്രമാത്രം വെളിച്ചം പകരുന്ന ഒന്നല്ലായിരുന്നു. കാരണം നാട്ടുപ്രമാണിമാർ, അന്നത്തെ രാജാക്കന്മാർ, പ്രധാനമായും നമുക്കറിയാം ഹൈന്ദവ രാജാക്കന്മാർ, അങ്ങനെയുള്ളതായ ചില ശക്തികളും അതിനുള്ളതായ സാഹചര്യങ്ങളും ക്രൈസ്തവ സഭ വളരുവാൻ തക്കവണ്ണമുള്ള നല്ല നിലമല്ലായിരുന്നു കേരളം. എന്നാൽ അന്ന് പാശ്ചാത്യ രാജ്യങ്ങളും അല്ലെങ്കിൽ മധ്യപൂർവ്വ പ്രദേശങ്ങളും കേരളവും അല്ലെങ്കിൽ ഭാരതവും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിൽ ഒരു നെടുനായകത്വം വഹിച്ചയാളാണ് കനായി തോമ എന്ന് പറയുന്നയാൾ. അദ്ദേഹം അന്ത്യോക്യ പാത്രക്കീസുമായിട്ടുള്ള വളരെ ബന്ധത്തിലായിരുന്നു. ഇവിടെ വന്ന് കുരിശുധാരികളായ കുറേ ആളുകളെ കണ്ടപ്പോൾ ക്രൈസ്തവരാണെന്നും ആരാധനാ ക്രമീകരണങ്ങൾ ഒന്നുമില്ല, എങ്ങനെയാണ് ആരാധനയുടെ ചട്ടവട്ടങ്ങൾ, എങ്ങനെയാണ് ആരാധനയുടെ ക്രമീകരണങ്ങൾ, അതിൻ്റെ വസ്ത്രധാരണം എങ്ങനെയാണ്, ഇതൊന്നും അറിയാൻ വയ്യാതെ ഒരു എത്തും പിടിയും ഇല്ലാതെ കിടന്നിരുന്നതായ ക്രൈസ്തവ സമൂഹം, അതിനെ അന്നൊരു സഭയെന്നൊന്നും പറയാനൊക്കത്തില്ല, ക്രൈസ്തവ സമൂഹത്തെ കണ്ടുകൊണ്ടുള്ള ക്നായി തോമൻ തിരികെ ചെന്ന് അവിടെ അന്ത്യോക്യ പാത്രക്കീസിനോട് ഈ വിവരം അറിയിച്ചപ്പോൾ 7 ഇല്ലത്തിൽ നിന്ന് 72 കുടുംബത്തിൽ നിന്ന് 400 ആളുകൾ ക്നായി തോമൻ്റെയും ഉർഹായിലെ യൗസേഫ് മെത്രാപ്പോലീത്തയുടെ നേതൃത്വത്തിൽ, ഉർഹ എന്ന് പറയുന്നത് ഇന്ന് ടർക്കിയിൽ ഉർഫ എന്ന് പറയുന്ന സ്ഥലമാണ്, അവിടെ നിന്ന് കേരളത്തിലേക്ക് പോന്നു. കൊടുങ്ങല്ലൂര് അവർ കപ്പലിറങ്ങി. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ഈ മൈഗ്രേറ്റ് ചെയ്ത ഈ കുടിയേറ്റ ക്രൈസ്തവരെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു. അങ്ങനെ ആ രാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്ത് താമസിപ്പിച്ചതുകൊണ്ട് അവരെ തെക്കും ഭാഗരെന്നും മറ്റ് ക്രൈസ്തവരും ആളുകൾ വടക്കു ഭാഗത്തായാണ് വടക്കും ഭാഗം. ഇതൊക്കെ സഭാ ചരിത്രത്തിൽ പിതാക്കന്മാരൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൈവീക വെളിപാടാണ് വാസ്തവത്തിൽ ക്നാനായക്കാരെ അല്ലെങ്കിൽ സിറിയൻ കുടിയേറ്റക്കാരെ 345 AD ഈ മലങ്കരയിൽ എത്തിച്ചത്. ഇന്ന് ക്നാനായ സഭയുടെ ക്രമീകരണങ്ങൾ, അതിൻ്റെ സംവിധാനങ്ങൾ ഒന്ന് വിവരിക്കാവോ? അടിസ്ഥാനപരമായി ക്നാനായ സഭയുടെ കുടിയേറ്റം, അതിൻ്റെ ലക്ഷ്യം പ്രേക്ഷിത പ്രവർത്തനമാണ്, സുവിശേഷവൽക്കരണം തന്നെ. അത് ആ ഒരു വലിയ ദൗത്യത്തിനാണ് ഈ സമൂഹം ഇവിടെ വന്നത്. എന്നാൽ അടിസ്ഥാനപരമായി വാണിജ്യത്തിൻ്റെതായ ഒരു പ്രവണത ഈ കടന്നു വന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെതായ ജീവിതശൈലികൾ ഉള്ളതുകൊണ്ട് ഈ ആളുകൾ മുഴുവനും നദീതീരങ്ങളിലാണ് പ്രധാനമായിട്ടും താമസിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് കാലങ്ങൾ കൊണ്ട് അവരെ കൊടുത്തുരുത്തി, മുളന്തുരുത്തി, അതുപോലെ തന്നെ കോട്ടയം, റാന്നി, കല്ലിശ്ശേരി ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പ്രധാനമായും നോക്കിയാൽ അന്നെല്ലാം നദീതീരത്താണ് ഇവരുടെ കോൺസെൻട്രേഷൻ, ഇവരുടെ കേന്ദ്രീകരണം ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമായും പ്രേക്ഷിത പ്രവർത്തനം അന്ന് ചിങ്ങവനത്തും വാകത്താനത്തും വെളിയനാട്ടും ഒക്കെ മിഷൻ പള്ളികൾ സ്ഥാപിച്ച് ക്നാനായക്കാരുടേതായ പ്രത്യേകതകൾ, ആ പാരമ്പര്യവും തനിമയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെയുള്ളതായ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ ക്രൈസ്തവരാക്കി മിഷൻ പള്ളികൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം മറ്റ് പല സഭകളും ഇവിടെ ഉടലെടുത്തു. നമ്മുടെ പുരാതന സഭകളുണ്ട്, കൂടാതെ ഇപ്പോൾ നവീന സഭകളുണ്ട്. അവരൊക്കെ ഈ ദൗത്യം ഏറ്റെടുത്തപ്പോൾ ക്നാനായ സമുദായം അറിഞ്ഞോ അറിയാതെയോ അതിൽ നിന്നൊക്കെ കുറേ പിന്നോട്ട് പോയി എന്നുള്ളത്, പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ ലക്ഷ്യം പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു. ഈ പ്രേക്ഷിത പ്രവർത്തനം വളരെ മുഖ്യധാരയിൽ തന്നെ നടത്തിയിട്ടുള്ള ഒരു സമൂഹമാണ് ക്നാനായ സമുദായം. ഭൂവിന് ശേഷം ദൈവത്താൽ സ്നേഹിതരായ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളുടെയിൽ ഏവൻഗേലിയോൻ അറിയിച്ചു എന്ന് നമ്മൾ പാടാറുണ്ട് തീർച്ചയായിട്ടും കുർബാനയുടെ മധ്യത്തിൽ. പക്ഷെങ്കിൽ ഇന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ അവരെ ക്നാനായ സഭ സ്വീകരിക്കേണ്ടതല്ലേ? വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് വാതിൽ അടച്ചിട്ടിരിക്കുന്നത്? വാസ്തവത്തിൽ അവരെ ഉൾക്കൊള്ളാൻ സഭയ്ക്ക് ബാധ്യതയില്ലേ? 3 കാര്യങ്ങൾക്ക് ആദ്യമേ ഒറ്റ വാക്കിൽ മറുപടി പറയാം. ഒന്ന്, ഈ ക്നാനായ സമുദായം എല്ലാവരെയും സ്വീകരിക്കുന്നവരാണ്, വിശ്വാസത്തിലല്ല. വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ എത്നിക് കമ്മ്യൂണിറ്റിയിലേക്കല്ല,
യേശുവിലുള്ള വിശ്വാസത്തിൽ സ്വീകരിക്കാതിരിക്കുവാൻ ഒരവകാശവുമില്ല. 2, പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് യേശുവിൽ വിശ്വസിച്ച് വരുന്നവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുക എന്നുള്ളത്. അത് ജ്ഞാനായ സമുദായത്തിന് ഒരു കാരണവശാലും ചെയ്യാതിരിക്കുവാൻ അവകാശമില്ല. 3, ആർക്കും വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷേ ഈ ഒരു സമൂഹത്തിന് കാലങ്ങളുടേതായാലും സംസ്കാരങ്ങളുടേതായാലും പൈതൃകം നിലനിർത്തുക എന്നുള്ളത് അതിൻ്റെ തനിമയുടെ ഒരു അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ജ്ഞാനായ ആളുകൾ അല്ലെങ്കിൽ സിറിയൻ കുടിയേറ്റക്കാർ 345 എഡേസയിൽ നിന്ന് അല്ലെങ്കിൽ ഉറഹയിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ ഞങ്ങളെ ഭരമേൽപ്പിച്ചതായ ചില ദൗത്യങ്ങളുണ്ട്. ഹിന്ദുവിൽ പോയാലും മക്കളെ നിങ്ങൾ മറക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ ട്രഡീഷനുകൾ വിട്ടുപോകാൻ നിങ്ങൾ സമ്മതിക്കരുതെന്ന് പറഞ്ഞാൽ രക്തശുദ്ധി വംശശുദ്ധി നിലനിർത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചും ഞങ്ങളെ ഭരമേൽപ്പിച്ചും ഞങ്ങൾ ആ വലിയ ദൗത്യം ഏറ്റെടുത്തുമാണ് ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പുതിയ വാദഗതി അനുസരിച്ച് ഈ കൺവേർഷനോ ഒന്നും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജ്ഞാനായ സമുദായത്തിലേക്ക് കൺവേർഷൻ ഇല്ല. പക്ഷേ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് ക്രിസ്തീയ സഭയിലേക്ക് ആരെങ്കിലും വിശ്വസിച്ച് വന്നാൽ അവരെ എടുക്കാതിരിക്കുന്നത് ജ്ഞാനായ സമുദായത്തിന് ഭൂഷണമല്ല, അത് എടുത്തേ മതിയാവൂ. എന്നാൽ കമ്മ്യൂണിറ്റിയിൽ ചേർക്കുക എന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ പൊതുവായിട്ട് ഉണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു എത്നിക് സ്റ്റാറ്റസ് ഉണ്ട്. അതിപ്പോൾ എനിക്കൊരു വീട്ടുപേരുണ്ട്. ഞാൻ എത്ര ശ്രമിച്ചാലും പാസ്റ്ററിൻ്റെ വീട്ടിൻ്റെ അംഗമാകാൻ ഒക്കത്തില്ല. എന്നാൽ നമ്മൾ രണ്ടും ക്രിസ്ത്യാനികളാണ്. എനിക്ക് പാസ്റ്ററുടെ മകനോ ഒരിക്കൽ പോലും എൻ്റെ വീട്ടിലെ അംഗമാകാൻ ഒക്കത്തില്ല. അതിൻ്റേതായ ഒരു തനിമയുണ്ട്, അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. അതാണ് ജ്ഞാനായ സമുദായം. അതുകൊണ്ട് ആരും ആരെയും തടസ്സപ്പെടുത്തുവാൻ പാടില്ല. അത് ക്രൈസ്തവുമല്ല. ജ്ഞാനായ സമുദായത്തിൻ്റെ ഇന്നത്തെ ഈ എൻഡോഗമിയും, അതായത് ഞങ്ങളിൽ നിന്ന് തന്നെ മാത്രം വിവാഹം കഴിക്കുന്ന പാരമ്പര്യമുള്ളതുകൊണ്ട് രക്തശുദ്ധി നിലനിർത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം അത് 1700-ൽ പരം വർഷമായി പരിപാലിച്ചു പോരുന്ന ഒരു പാരമ്പര്യ സത്യമാണ്. ഈ പാരമ്പര്യത്തിൽ നിന്ന് അണുവിട വിടുവാൻ ഈ സമുദായത്തിലെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും ആരും അത് സമ്മതിക്കുകയില്ല. വിവാഹത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് സന്തോഷകരമായ അനുഭവമാണ്. പക്ഷേ അത് ക്രൈസ്തവ ദർശനത്തിന് യോജിച്ചതോ അല്ലയോ? ഒരിക്കലും ക്രൈസ്തവ ദർശനത്തിന് വിപരീതമല്ല. അതുകൊണ്ട് തന്നെ അത് യോജിച്ചതാണ്. അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തുവാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് അയഞ്ഞു പോയാൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം നിലനിൽപ്പില്ലെന്ന്. അപ്പം വിവാഹത്തിൽ വംശശുദ്ധി നിലനിർത്തുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു വിവാദമല്ല. അതിന് വിവാദമാക്കാനുള്ളതായ പ്രവണത പല ഭാഗങ്ങളിൽ നിന്നുണ്ട്. പക്ഷേ ഇന്ന് ഭാരതത്തിൽ എത്രയോ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമിക സമൂഹങ്ങളുണ്ട് അവരുടെ വംശശുദ്ധി, അവരുടെ രക്തശുദ്ധി നിലനിർത്തുന്നതിന്. കാരണം അതൊരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോൾ ജ്ഞാനായ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി അത് പരിപാലിക്കുന്നത് കൊണ്ടാണ് അതിന് നിലനിൽപ്പുള്ളത്. അതേസമയം ഒരു കാണപ്പെടാത്തൊരു വേലിയാണിത്. ഇതങ്ങ് പൊക്കിയാൽ ആർക്കും കയറാം, ആർക്കും ഇറങ്ങാം. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റി നിലനിൽപ്പ് അടിസ്ഥാനം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജ്ഞാനായക്കാരനാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പം അതുകൊണ്ട് അതൊരു ഒരു കുടുംബപരമോ ഒരു സമൂഹപരമോ ഒരു ജാതീയവുമായ ഒരു പ്രത്യേകതയാണ്. അതിനകത്ത് ക്രൈസ്തവ പഠനത്തിനൊരിക്കലും ക്രൈസ്തവ സിദ്ധാന്തം